ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAEക്കും ഇന്ത്യക്കും ഇടയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ വിമാന നിരക്കുകളിൽ 20% കുറവ് സംഭവിക്കും. CNBC TV 18 നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിലെ UAE അംബാസിഡർ അബ്ദുൽ നാസർ അൽ ഷാലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടിക്കറ്റ് നിരക്കുകളിലെ ഈ കുറവ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഏകദേശം 100 കോടി രൂപയോളം ലാഭിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAE ഇന്ത്യയുമായി 4:1 അനുപാതത്തിലുള്ള എയർ കണക്ടിവിറ്റി ക്രമീകരണം നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അൽ ഷാലി വെളിപ്പെടുത്തി. ഈ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 4 അധിക വിമാനങ്ങൾ സർവീസ് നടത്താനോ UAE വിമാന കമ്പനികൾക്ക് അനുവദിക്കുന്ന ഓരോ അധിക വിമാനത്തിനും സീറ്റ് ശേഷി വർദ്ധിപ്പിക്കാനോ അനുവാദമുണ്ടാകും. അതേസമയം ഈ സംരംഭം താൽക്കാലികമാണെന്നും ഇന്ത്യൻ വിമാന കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനായി മുന്നോട്ട് വന്നാൽ 3-1-2-1 അല്ലെങ്കിൽ 1-1 അനുപാതത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യോമയാന മേഖലയ്ക്ക് പുറമെ ഇന്ത്യയും UAEയും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുകയാണ്. പ്രതിവർഷം 15% നിരക്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി വാണിജ്യം നിലവിൽ $80 ബില്യൺ എത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതിരോധം, പെട്രോളിയം, കരുതൽ ശേഖരത്തിന്റെ വിപുലീകരണം, ജീനോം സീക്വൻസിംഗ്, ഡാറ്റാ സെന്ററുകൾ തുടങ്ങിയ പുതിയ മേഖലകളുടെ വികസനത്തിലും ഇന്ത്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ UAE ആഗ്രഹിക്കുന്നുണ്ടെന്നും അൽ ഷാലി വ്യക്തമാക്കി. ജോലിയും താമസിക്കാൻ സ്ഥലവുമില്ലാതെ 100-ലേറെ പ്രവാസികൾ റിയാദിൽ ദുരിതത്തിൽ. മലയാളികളടക്കം ഭൂരിഭാഗം പ്രവാസികളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. തൊഴിൽ വാഗ്ദാനം ചെയ്തവരുടെ വഞ്ചനയാണ് 50ഓളം മലയാളികളെ കുടുക്കിയതെങ്കിൽ കമ്പനി തകർന്നതാണ് 100-ലേറെ വരുന്ന പ്രവാസികളെ ദുരിതത്തിലാക്കിയത്. കഴിഞ്ഞ ദിവസം റിയാദിൽ പ്രമുഖ ജ്വല്ലറി നടത്തിയ ഇഫ്താർ സംഗമത്തിനെത്തിയത് 100ഓളം പ്രവാസികളായിരുന്നു. ഒരു കാലത്ത് റിയാദിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ കമ്പനിയിലെ ജീവനക്കാരായിരുന്നു അവർ. കോവിഡിന്റെ തൊട്ടുമുമ്പ് തകർച്ചയിലേക്ക് വീണ കമ്പനിക്ക് പിന്നീട് കരകയറാനായില്ല. നിരവധി പേർ നാട്ടിലേക്ക് പോയെങ്കിലും ഇഖാമയുടെ കാലാവധി തീർന്നതിനാൽ 100-ലേറെ ഇപ്പോഴും ദുരിതത്തിലാണ്. ഇവരെയാണ് ഇഫ്താറിന് കൊണ്ടുവന്നത്. ഇന്ത്യക്കാരടക്കം നിരവധി പേർ ഈ 100-ലേറെ വരുന്ന ആളുകളിലുണ്ട്. തൊഴിലാളികൾക്ക് ഇഫ്താറിനു ശേഷം അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തിരുന്നു. സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനിയിലേക്ക് ജോലിക്കായി എത്തിയ 50ഓളം മലയാളികളും ദുരിതത്തിലാണ്. പത്രങ്ങളിൽ വന്ന പരസ്യത്തിൽ ആകൃഷ്ടരായി എത്തിയ മലയാളികളാണ് താമസിക്കാൻ സ്ഥലവും ഭക്ഷണവുമില്ലാതെ പ്രയാസത്തിലായത്. കഴിഞ്ഞ 2 മാസമായി ഇവർക്ക് ജോലിയും ശമ്പളവുമില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകാനുമാകില്ല. കോഴിക്കോടും കൊച്ചിയിലുമുള്ള ഏജൻസികളാണ് ഇവരെ ഡ്രൈവർ കം സെയിൽസ്മാൻ തസ്തികയിലേക്ക് കൊണ്ടുവന്നത്. ഇന്റർവ്യൂവിന് എത്തിയപ്പോൾ പറഞ്ഞ കമ്പനിയോ ജോലിയോ ആയിരുന്നില്ല കരാർ ഒപ്പിടാൻ എത്തിയപ്പോൾ നൽകിയിരുന്നത്. എന്നാൽ ഇതും നല്ല കമ്പനിയാണെന്ന് പറഞ്ഞ് തൊഴിലാളികളോട് ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇതിനിടെ സ്വന്തം ഇഷ്ടത്തിന് ജോലി ഉപേക്ഷിച്ച് മടങ്ങുകയാണെങ്കിൽ നഷ്ടപരിഹാരം കമ്പനിക്ക് നൽകുമെന്ന് തൊഴിലാളികൾ സമ്മതിക്കുന്ന വീഡിയോയും ഇവരിൽ നിന്നും റെക്കോർഡ് ചെയ്യിപ്പിച്ചു. റിയാദിലെത്തിയ തൊഴിലാളികളെ മുറിയിലേക്ക് കൊണ്ടുപോകാനും ആരും എത്തിയില്ല. 2ാമത്തെ ദിവസമാണ് കമ്പനിയുടെ താമസസ്ഥലത്ത് എത്തിച്ചത്. 2 മാസത്തിനിടെ 4 തവണ താമസസ്ഥലം മാറ്റുകയും ചെയ്തു. പണമില്ലാത്തതിനാൽ നാട്ടിലേക്ക് ബന്ധപ്പെടാനും സാധിക്കുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കമ്പനി അനുവദിക്കില്ലെന്നും ഇവർ പറയുന്നു. എംബസിയിൽ പരാതി നൽകി കാത്തിരിക്കുകയാണിവർ. ഇന്ത്യൻ പ്രവാസികൾക്കായി നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലും കാലോചിതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും സർക്കാർ ഊന്നൽ നൽകി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ TV ഇബ്രാഹിമിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക, പരാതികൾ പരിഹരിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, മടങ്ങിയെത്തിയവരെ പുനരധിവസിപ്പിക്കുക, സംസ്ഥാനത്ത് പ്രവാസി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നോർക്ക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നോർക്ക റൂട്ട്സ്, കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവ മുഖാന്തരം പ്രവാസികൾക്കായി സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഖത്തറിൽ വരും ദിവസങ്ങളിൽ അൽസറായത്ത് സീസണിന് തുടക്കമാകുന്നതോടെ കാറ്റും മഴയും ശക്തമാകും. പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്.
മാർച്ച് അവസാനം മുതൽ മെയ് പകുതി വരെയാണ് അൽ സറായത്ത് സീസൺ. അസ്ഥിര കാലാവസ്ഥയാണ് ഈ സീസണിന്റെ പ്രത്യേകത. വൈകുന്നേരങ്ങളിൽ അപ്രതീക്ഷിതമായി ഇടിമിന്നലോട് കൂടിയെത്തുന്ന മഴയ്ക്കൊപ്പം കാറ്റും കനക്കും. പൊടിക്കാറ്റും ശക്തമാകും. ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് തീവ്രതയേറും. പെട്ടെന്നുള്ള മഴയും കാറ്റുമാണ് അൽ സറായത്ത് സീസണിന്റെ പ്രത്യേകത എന്നതിനാൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഔട്ട്ഡോർ ഇവന്റ് നടത്തുന്നവർ അടിയന്തര പദ്ധതികൾ പ്ലാൻ ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പൊതുജനങ്ങൾ ഇടിമിന്നലുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. കനത്ത മഴയുള്ളപ്പോൾ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കരുത്. കനത്ത കാറ്റിൽ നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കണം. കാലാവസ്ഥാ വകുപ്പിന്റെ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡീപ്പോർട്ടേഷൻ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പ്രതിമാസം ഏകദേശം 3000 വിദേശികളെ നാടുകടത്തുന്നതായി റിപ്പോർട്ട്. പൊതുതാൽപര്യം മുൻനിർത്തി പുറപ്പെടുവിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവുകൾ ക്രിമിനൽ കേസുകളിൽ ശിക്ഷ കഴിഞ്ഞ് ജുഡീഷ്യൽ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലുമാണ് നാടുകടത്തുന്നത്. ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിന്റെ മേൽനോട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ ഭരണ സുരക്ഷാ മേഖലകളിലും ഗണ്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇതിൽ ആധുനികവൽക്കരണമാണ് ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതികളിലൊന്ന്. പുതിയ നാടുകടത്തൽ കേന്ദ്രമടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഇതോടെ മാസം തോറും 3000 പേരെ തിരിച്ചയക്കാൻ കഴിയുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ടുണ്ട്. സ്പോൺസറോ നാടുകടത്തപ്പെടുന്ന ആളോ യാത്രാ ടിക്കറ്റ് നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ഡീപ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനുള്ളിലെ ട്രാവൽ ഏജൻസികൾ വഴി ആഭ്യന്തര മന്ത്രാലയം ടിക്കറ്റ് എടുക്കും. പിന്നീട് പ്രസ്തുത ചെലവ് സ്പോൺസറിൽ നിന്ന് മന്ത്രാലയം ഈടാക്കുമെന്നും വ്യക്തമാക്കി. നാടുകടത്തൽ കേന്ദ്രത്തിൽ എത്തിയാൽ ശരാശരി 3 ദിവസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കും. എന്നാൽ സാധുവായ പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ലഭ്യമാക്കാൻ താമസമെടുക്കുന്ന വേളയിൽ വൈകാറുണ്ട്. മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് നാടുകടത്തൽ പ്രക്രിയ നടത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെരുന്നാൾ അവധിക്കായി അടച്ചു. അധ്യയനം തീർന്ന ശേഷമാണ് കഴിഞ്ഞ ദിവസം സ്കൂളുകൾ അടച്ചത്. ഈ വർഷം 18 ദിവസം പെരുന്നാൾ അവധി ലഭിക്കും. തേർഡ് സെമസ്റ്റർ ക്ലാസുകൾ ഏപ്രിൽ 6-നാണ് ആരംഭിക്കുന്നത്. പെരുന്നാൾ അവധിക്ക് ശേഷം തുറക്കുന്ന സ്കൂളുകളിൽ വേനൽക്കാല പ്രവർത്തന സമയമാണ് നിലവിലുണ്ടാവുക. റിയാദിൽ സ്കൂൾ അസംബ്ലി രാവിലെ 6:15-നും ആദ്യ പീരീഡ് 6:30-നും ആരംഭിക്കുമെന്നും റിയാദ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ജൂൺ 26-ന് വേനലവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്നതുവരെ വേനൽക്കാല പ്രവൃത്തി സമയം നിലവിലുണ്ടാകും. അതിനിടെ ജിദ്ദയിൽ ഫോർമുല 1 കാർ റേസ് മത്സരങ്ങൾ നടക്കുന്നതിനോടനുബന്ധിച്ച് ഏപ്രിൽ 20, 21 തീയതികളിൽ ജിദ്ദ, മക്ക, തായിഫ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചു.